അപ്പോൾ അവനൊരു ജില്ലയ്ക്കോ കളിക്കാത്ത ആളായിരിക്കില്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ കളിക്കാരനായിട്ട് അവൻ്റെ വീട്ടുകാർ പോലും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ബെറ്റുമീനിൽ കളിക്കാരന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവന് പിന്നെ എങ്ങോട്ടേക്കും തിരിയാൻ പറ്റില്ല. ഈ 90 മിനിറ്റിൽ ഒരു എക്സ്ട്രാ മിനിറ്റ് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ് കൊണ്ടിരിക്കും. എല്ലാവരും കളിക്കും. ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് പല കളിക്കാരും ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ്. അതായത് നമ്മൾ അവരെ കാണുമ്പോൾ അവരെന്താണോ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കാഷ്വലായിട്ട് പറയാമോ അവന് ഭാഗ്യമുണ്ട് അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ വാക്ക് തന്നെ ഉപയോഗിക്കാറില്ല, ഭാഗ്യം എന്ന് പറഞ്ഞ വാക്ക്. നമ്മൾ ഒരു കളിക്കാരനാകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതിലേക്കുള്ള പ്രിപ്പറേഷൻ എന്തെല്ലാം വേണോ ആ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് 11 കളിക്കാർ കളിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, എൻ്റെ കപ്പാസിറ്റി മാത്രം തീരുമാനിച്ചാൽ പോരാ. അപ്പോൾ ടീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ ടെക്നിക്കൽ ട്രെയിനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഷഫീഖ് ഒരുപാട് കാലമായിട്ട് കോച്ചായിട്ടല്ലേ കേരള ടീമിൻ്റെയും അണ്ടർ-19 ഇന്ത്യൻ ടീമിൻ്റെയൊക്കെ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു കരിയർ സ്റ്റാർട്ട് ചെയ്തത്? കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോച്ചായിരുന്നോ അല്ല ഓഫ് കോഴ്സ് ഫുട്ബോൾ പ്ലെയർ ആയിട്ടായിരിക്കും അല്ലേ? ക്യാൻ യു സ്പെയർ ദാറ്റ് ടൈം യുവർ സ്കൂളിംഗ് ടൈം ആൻഡ് ഓൾ? ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഫുട്ബോൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2010-2000 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുട്ബോൾ. 2000 ഫുട്ബോൾ സ്റ്റാർട്ട്. അറ്റ് വാട്ട് ഏജ്? 13 വയസ്സുള്ള സമയത്ത് വളരെ ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2008-2009 ആകുമ്പോഴേക്കും ഞാൻ കളി നിർത്തി. 8-9 വർഷം ഞാൻ ശരിക്കും കളിച്ചിട്ടുള്ളൂ. മേ ബി ഒരു 7ാം ക്ലാസ് തുടങ്ങി ഒരു ഡിഗ്രി ആകുമ്പോഴേക്കും നിർത്തി. ഇല്ല, 9ാം ക്ലാസ്സാന്ന് തോന്നുന്നു എനിക്ക്. 9ാം ക്ലാസ്സാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ് കളി നിർത്തി. പിന്നെ നമ്മൾ കോളേജ് ടീമിന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള കളികളുണ്ടായിരുന്നു. അങ്ങനെയാണ് കോളേജിലേക്ക് ഡിഗ്രി കഴിഞ്ഞു. ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് കഴിഞ്ഞത്. അപ്പോൾ അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഫുട്ബോളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഫുട്ബോൾ ഇൻഡസ്ട്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം എന്നുള്ളത് പറഞ്ഞ് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വർക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫുട്ബോൾ ക്ലബ്ബുകളുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾ കുറവായതുകൊണ്ട് പതുക്കെ കോച്ചിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. 2011 അഡ്മിഷൻ കിട്ടിയ സമയത്ത് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു പോകേണ്ടതില്ല, എനിക്കിതിനോടായി. MBA ഫിനാൻസിൽ പോയിട്ടില്ല? പിന്നെ പോയില്ല. സ്പോർട്സിലേക്ക് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് അന്ന് ഫുട്ബോൾ അത്ര കോച്ചിങ് എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷനകത്ത് അണ്ടർ ഗ്രാജുവേഷൻ എടുത്തു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, MPhil എടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫുട്ബോൾ കോച്ചിങ്ങും കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതെടുക്കാനുണ്ടായിരുന്ന കാരണം നമ്മളുടെ നാട്ടിൽ ട്രഡീഷണലി അത് ഉണ്ടായിരുന്നത്, നമ്മളൊരു സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പാർട്ട് ടൈം ഫുട്ബോളിങ് എന്നുള്ളൊരു ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീടാണ് ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ. 2014 മുതൽ അതൊരു ഫുൾ ടൈം പ്രൊഫഷനാണ്. ഞാൻ MPhil ചെയ്ത സമയത്തൊക്കെ അതിൻ്റെ ഫുൾ ടൈം പ്രൊഫഷനാണ്. പക്ഷേ MPhil ഒക്കെ എടുത്തത് ഒരു പാഷൻ്റെ പുറത്താണ്. നമുക്ക് ഇതറിയാം, പഠിക്കാം എന്നുള്ളൊരു കേസിലായിരുന്നു. ഈ പഠിക്കുന്ന കാലത്ത് കുറച്ച് നാൾ ഒരു 7 വർഷത്തോളം കളിച്ചെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ നാട്ടിൻ പുറത്ത് കളിച്ച് നടന്നാണോ അല്ല പ്രൊഫഷണലായിട്ടൊന്ന് കളിച്ചിരുന്നോ? അന്ന് നമുക്ക് പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം കളിക്കാൻ പറ്റുന്നത് ജില്ലയ്ക്ക് വേണ്ടി കളിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കോളേജ് യൂണിവേഴ്സിറ്റി അതായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി അന്ന് നിലവിലുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളിലൊക്കെ കൊൽക്കട്ടയിലും ബോംബെയിലും നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം ബേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഗൈഡൻസും അതും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ കമ്പയർ ടു ദാറ്റ് പീരീഡ് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ശരിക്കും ഒരു കുട്ടി ഫുട്ബോൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. നമ്മൾ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയും, ഇവിടെ ആളുകൾ അക്കാഡമി എന്ന് പറയും. അക്കാഡമി ഒരു ബിഗർ പ്രോസ്പെക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ ടേം വളരെ എന്താ പറയുക, വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ നമ്മളും ഗൾഫ് കൺട്രീസിന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയും. നമുക്കത് മിഡിൽ ഈസ്റ്റ് അല്ല. നമുക്ക് മിഡിൽ ഈസ്റ്റ് അല്ല, UK ആളുകൾക്കാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ചില ടേംസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അക്കാഡമി എന്ന് യൂസ് ചെയ്യുന്നത്. അക്കാഡമി എന്ന് പറഞ്ഞൊരു ബ്രോഡർ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പർപ്പസ്ഫുൾ തിങ്കിങ് എന്ന് പറയും. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് അക്കാഡമി യു യൂസ് ട്രെയിനിങ് സെന്റേഴ്സ്. എനിവേ വെരി ഗുഡ്. അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഒരുപാട് കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ബീങ് എ എഡ്യൂക്കേഷണലിസ്റ്റ്, ഞാൻ ഒരുപാട് പാരൻസ് മീറ്റിംഗ് ഒക്കെ പങ്കെടുക്കാറുണ്ട്.
ഇവിടെയൊക്കെ എനിക്ക് കാണാവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിച്ചിട്ട് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ നാളെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരു കുട്ടികൾ എന്നല്ല, ഒരു വലിയൊരു സമൂഹം തന്നെ ഉണ്ട്. അവർ കളിച്ച് വലുതാവുമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ഉണ്ട്. എന്നോടിപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. സാലി, എൻ്റെ കുട്ടി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്യാൻ യു ബ്രിങ് ദം അപ്പ്, ലൈക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോളിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 15, ഒരു 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ. ഈ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ആണെങ്കിൽ. അപ്പം അതിൽ ഓരോന്നായിട്ട് ചോദിക്കാം. ഒന്നാമത്തത്, അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഏത് ജോലിയിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും എന്നെ സംബന്ധിച്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഒരു കളിക്കാരൻ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും പറയാം, നമ്മളെന്താകണമെന്ന് നമ്മളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. നമ്മൾ ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ആ സ്വപ്നത്തിലേക്ക് എത്തണം എന്നില്ല. അപ്പോൾ അതിൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. വേറെ ഒരു പരിധി വരെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇക്കോസിസ്റ്റം തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആ ഇക്കോസിസ്റ്റത്തിലേക്ക് എത്താനും ഞാൻ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിന്ത അതിൻ്റെ പുറകിലുണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ടയർ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് കളിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തിയത് എല്ലാവരും ഭാഗ്യം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും. ഒരിക്കലും അതൊരു ഭാഗ്യം എന്നുള്ള, ഞാൻ എൻ്റെ ടേമിൽ ഭാഗ്യം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറില്ല. അതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ ആ ചാൻസ് എടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പല സാധനങ്ങളും സാക്രിഫൈസ്, നമ്മൾ കാണുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആരും കാണുന്നില്ല. അതായത് നമ്മൾ അവരെ കാണുമ്പോൾ അവരെന്താണോ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കാഷ്വലായിട്ട് പറയാമോ അവന് ഭാഗ്യമുണ്ട് അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ വാക്ക് തന്നെ ഉപയോഗിക്കാറില്ല, ഭാഗ്യം എന്ന് പറഞ്ഞ വാക്ക്. എനിക്ക് ആര് പറഞ്ഞാലും അതെനിക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം അതിൻ്റെ പുറകിലുള്ള വർക്ക് നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണാത്തതെല്ലാം സത്യമല്ല എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കളിക്കാരനാകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അതിലേക്കുള്ള പ്രിപ്പറേഷൻ എന്തെല്ലാം വേണോ ആ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ ആ ഘടകങ്ങളൊക്കെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം, ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ എക്സാമ്പിൾ എടുക്കുക. നമ്മൾ കണ്ണൂരിൽ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും അത്തരം ഇക്കോസിസ്റ്റം ഉള്ള ഒരു സ്ഥലത്തേക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കളിക്കാരനാകണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് നൽകാൻ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് തയ്യാറാവണം. ഞാൻ ഈ കാര്യം പറഞ്ഞില്ല, ഷെഫീഖ് സാർ ഇത് പറഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല കളിക്കാരൻ്റെ നല്ല കളി മാത്രമേ കാണുന്നുള്ളൂ, അവൻ്റെ ബാക്കിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് കാണാറില്ല അല്ലേ? ഇത് സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയർ ഓരോ ബിസിനസ് മാൻ, അവൻ്റെ സക്സസ് മാത്രമേ നമ്മളെല്ലാ സമൂഹം കാണുന്നുള്ളൂ. അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവാം, ഒരുപാട് എഫേർട്സ് ഉണ്ടാവാം അല്ലേ, ഒരുപാട് കഷ്ടപ്പാട്സും ഫെയിലിയർ ഉണ്ടാവാം. ഇതാരും കാണുന്നില്ല. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിവേ പോയിന്റ്. സോ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള അവരെ സ്വപ്നം കാണുന്നുണ്ട് നാളെ കളിക്കാരനാവണം. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? ദേ ഡു പ്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ടീം ഉണ്ടാവാം, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടാവാം, അവിടെ പോയിട്ട് അവർ കളിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിനപ്പുറം എന്തൊക്കെ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തൊക്കെ വർക്കൗട്ട്സ് കൃത്യമായിട്ട് ഡെയിലി എന്തൊക്കെ ചെയ്യണം ഒരാൾ? അത് സാധാരണഗതിയിൽ ഇപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് പാഷൻ ഉണ്ടാവും. ഞാൻ കോച്ചുമാർക്ക് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അവരോട്, നമുക്ക് ആദ്യം അവർക്ക് പാഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. അത് ഇപ്പോഴൊക്കെ കുട്ടികൾ 6-7 വയസ്സാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫൺ ഫേസ് എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് താല്പര്യം വരണം. താല്പര്യമില്ലാത്ത ഒരാളെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അയാൾ എക്സോസ്റ്റ് ആയ അയാളെ നിർത്തിപ്പോവും. അപ്പോൾ ആദ്യം അയാൾക്ക് താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ് കോച്ചുമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ കുട്ടി ബേസിക്കലി ഫുട്ബോളിൽ ക്യാപ്പബിൾ ആകുന്ന സമയത്ത് നമ്മൾ ഫുട്ബോളാണ് കളിക്കുന്നത്. പലപ്പോഴും നമ്മൾ ട്രെയിനിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. അപ്പോൾ അതിൽ കുറേ ഓടിക്കും ചാടിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്
ഓരോ ഗെയിമിനും ഫിസിക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും കോച്ചുമാർ ഈ താല്പര്യമില്ലാത്ത കുട്ടി, അതായത് ആദ്യമായിട്ട് വരുന്ന കുട്ടികളെ വരെ എന്ത് ചെയ്യും, ഫിസിക്കലി കൂടുതൽ എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ ഫിസിക്കലി എക്സോസ്റ്റ് ആവുന്നതോടെ ചിലപ്പോൾ അവർ നിർത്തിപ്പോകും. നമുക്ക് റീസൺ അറിയില്ല അവർ എന്തുകൊണ്ട് നിർത്തിപ്പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് ഫുട്ബോളിൽ അവർ മാസ്റ്റർ ആവണം. അതായത് ഫുട്ബോളിൽ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, അതിലെ ഫുട്ബോൾ ആക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ആ ആട്രിബ്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് ഐസൊലേറ്റഡ് ആയിട്ട് ചെയ്താൽ മതിയോ? പോരാ. അപ്പോൾ ഇത് 4-7 വയസ്സുള്ള കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഒരു 10 വയസ്സായ കുട്ടിക്ക് ഇത് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കുറേ പ്രാവശ്യം ജഗിൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സർക്കസ് ഉണ്ട്. സർക്കസിൽ ഒരാൾ ഇത് ചെയ്യുന്നത് അയാളുടെ സ്കില്ലാണ്. അതായത് സ്കില്ലെന്ന് പറയാൻ പറ്റില്ല, അയാളുടെ റൊട്ടീനാണത്. അതൊരു മെയ്വഴക്കാണ്. അതേസമയം ഫുട്ബോൾ എന്ന് പറയുന്നത് 11 കളിക്കാർ കളിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, എൻ്റെ കപ്പാസിറ്റി മാത്രം തീരുമാനിച്ചാൽ പോരാ. അപ്പോൾ ടീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ ടെക്നിക്കൽ ട്രെയിനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ആ രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഇപ്പോൾ നമ്മൾ LLBയും LLM ഒക്കെ എടുക്കുന്ന ആളുകൾ കോടതിയിൽ ബേസിക് പ്രാക്ടീസ് എങ്ങനെ അറിയണമെന്ന് അവർക്കറിയില്ല. അതിന് കാരണം എന്താ? കാരണം ഈ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫുട്ബോളും അതുപോലെ തന്നെയാണ്. ഫുട്ബോളിൽ ഫിറ്റ്നസ് വേണം, ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഉണ്ട്, ഫുട്ബോളിൽ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ഫുട്ബോൾ ടെക്നിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫുട്ബോൾ ആക്ഷൻസ് എന്ന് പറയും, ഡ്രിബിൾ ചെയ്യുക, പാസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഫുഡ് ഇതൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിയിൽ മാത്രം ലിമിറ്റഡ് അല്ല കുറച്ച് കാര്യങ്ങൾ. പരിധി വരെ കാര്യങ്ങൾ ബാക്കിയുള്ള എൻവയോൺമെൻറ്റിലും കൂടെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അവരവിടെ ചെയ്യുന്നു, അവിടെ നിന്ന് അവരുടെ പാരൻസിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് തോന്നുകയാണ് ഓക്കെ അവൻ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിരിക്കും. അപ്പോൾ അവൻ ചിന്തിക്കേണ്ട എന്താ, ഓക്കെ എൻ്റെ ലിമിറ്റ് ഇവിടെ തീർന്നു, ഐ സപ്പോസ് ടു ചലഞ്ച് മൈസെൽഫ് ഇൻ അതർ വേ. അതല്ലേ എന്നേക്കാൾ അടുത്ത പൂളിലേക്ക് ഞാൻ പോകണം, എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പൂളിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റണം. അത് ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവൻ ഇവിടെ സൂപ്പർ സ്റ്റാർ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണൂരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്കോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് അക്കാഡമികളുള്ളിടത്തേക്കോ മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കാരണം അവിടെ 11 പേരും ഇയാളുടെ അത്ര കപ്പാസിറ്റി, ഇയാളെക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാകുന്ന ആളായിരിക്കും. അപ്പോൾ അയാളുടെ കോറിനെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അത് കഴിഞ്ഞ് അയാൾ ഏകദേശം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് സെൻറ്റർ, ഈ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ചേർന്നാണ് ഒരു ജില്ലാ ടീം വരുന്നത്. ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പിലെ ജില്ലാ ടീം. അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ ചിലപ്പോൾ അയാൾ നല്ല കളിക്കാരനായിരിക്കും, പക്ഷേ ഒരുപാട് ട്രെയിനിങ് സെൻറ്ററിലെ കുട്ടികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ ആ ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാവണം എന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കപ്പാസിറ്റീനെ ഡെയിലി ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തതിൽ ഞാൻ ഹാപ്പി ആവാതിരിക്കുക. ഞാൻ വിചാരിക്കും ഓക്കെ നമ്മളെല്ലാം ഹാപ്പി ആവാൻ പാടില്ല. നമ്മൾ നമ്മളുടെ കപ്പാസിറ്റീനെ ഇന്ന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നോ നാളെ നമ്മൾ എഴുന്നേറ്റ് തുടങ്ങുന്നത് ഇന്നലത്തേക്കാൾ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പലപ്പോഴും കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞത് അത് കാര്യമാണ്. നമ്മുടെ ആ സർക്കിളിൽ നമ്മൾ വലിയൊരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലും ഹാപ്പിനെസ്സിലായിരിക്കും നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നമ്മളെ സ്വപ്നത്തിന് ഡ്രൈവ് ചെയ്യുക. എന്ത് ബൈ ദിസ് ഐ വിൽ ബി എ ഫുട്ബോൾ പ്ലെയർ. സോ വാട്ട് യു ആർ സെയിങ് ഈസ് ദാറ്റ് അവിടെ നമ്മൾ നിൽക്കരുത്. വി ഹാവ് ടു ചാലഞ്ച് അവർ സെൽഫ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അല്ലെങ്കിൽ ഒരു പുതിയൊരു തലത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം. അത് അത്ര പ്രാക്ടിക്കലാണോ? ഒരു യങ് ഒരു ഫുട്ബോളറെ സംബന്ധിച്ചോളം ആൾ ഈ നാട്ടിൽ നിന്ന് കുറേ കളിക്കുന്നുണ്ടാവാം, കുറേ നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പുതിയൊരു ഏരിയയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദാറ്റ് പ്രാക്ടിക്കൽ? ആ പ്രാക്ടിക്കലിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യണത്. അതായത് ആ കുട്ടിയിൽ ലിമിറ്റഡ് ആവണം എന്നല്ലാതെ. അത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പാരൻസൊക്കെ ഫുട്ബോളിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരിലൊരു ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയിൽ ഞാൻ ട്രെയിൻ ചെയ്ത സമയത്ത്, ഞാൻ ശ്രീനദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ വന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ ട്രെയിൻ ചെയ്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്കായിരുന്നു. രാവിലത്തെ ആ ട്രെയിനിങ് കാണാൻ ഞാൻ പോയി. അപ്പം ഞാനൊരു കോച്ചാണ്, ഈ പ്രൊഫഷണലുള്ള ആളാണ്, എനിക്ക് ആ കുട്ടികളുടെ പ്രോഗ്രഷൻ കാണാൻ താല്പര്യമുണ്ട്, ഞാൻ പോകുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അതേസമയം ആ 5 മണി മുതൽ അവിടെ പാരൻസ് അവിടെ അവരെ കൂടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ആർ പർപ്പസ്ഫുള്ളി ഇൻവെസ്റ്റിംഗ് ടൈം ഓൺ പ്ലേയേഴ്സ്.
സോ നോട്ട് ഓൺലി ദ പ്ലേയേഴ്സ്, കറക്റ്റ്. നമ്മൾ ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ എക്കോസിസ്റ്റം മൊത്തം അവരുടെ കൂടെ സഞ്ചരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളുടെ ഒരു വീട്ടിലൊരു പാരൻ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഉണ്ടാവും. അച്ഛന് മാത്രം താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ ഇപ്പം സ്കൂളിലെ ടീച്ചർ പ്രഷർ ചെയ്യുന്നു, പാരൻ്റ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക കുട്ടിയെ. അതെ. അല്ലെങ്കിൽ അപ്പോൾ അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷനും ഈ സ്പോർട്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പോൾ അവിടെയാണ് കുട്ടികളും സാക്രിഫൈസ് ചെയ്യേണ്ടത്. കുട്ടികളെ എനിക്ക് 24 hours ഉണ്ട്, അതിൽ 8 മണിക്കൂർ നമ്മളവിടെ പർപ്പസ്ഫുള്ളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം ടൈമിനെ. നമ്മളിത് എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ട് കാര്യമില്ല. സോ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫുട്ബോളർ ആകണം എന്നുള്ള ഡ്രീമിൻ്റെ കൂടെ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ടൈം ഒഴിവാക്കി അക്കാഡമിക്സിൽ, കാരണം ടീച്ചർ ഹാപ്പി ആയാൽ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടാവില്ല. എൻ്റെ ഗ്രേഡിങ് ബെറ്റർ ആയി കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് ഹാപ്പി ആയിരിക്കും. സോ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്തിന്? എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ വി ഹാവ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. ലൈക്ക് നമ്മൾ പാരൻസ് ഗ്രൂപ്പിനെയും അതേപോലെ ടീച്ചേഴ്സ് ഗ്രൂപ്പിനെയൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അതെ, അതിൽ ഇപ്പോൾ ആ കുട്ടി ചിലപ്പം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരൻസിനെ സംബന്ധിച്ച് ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവനൊരു ജില്ലയ്ക്കോ കളിക്കാത്ത ആളായിരിക്കില്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ കളിക്കാരനായിട്ട് അവൻ്റെ വീട്ടുകാർ പോലും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴാണ് അവർ ഇപ്പോൾ നമ്മളൊരു അക്കാഡമിക്കിന് പ്രയോറിറ്റി കുറച്ചുകൊണ്ട് ഫുട്ബോളിന് പ്രയോറിറ്റി കൂട്ടാൻ പോവുക, വെൻ ദേ ഫീൽ ദാറ്റ് ഹീ വിൽ ബിക്കം ഓർ ഹീ മേ ബിക്കം എ ഫുട്ബോളർ, അല്ലെങ്കിൽ അതിനകത്ത് അവന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അവൻ്റെ ബാക്കിയുള്ള ഇക്കോസിസ്റ്റം കൂടി മനസ്സിലാക്കുന്നിടത്താണ് അവന് കൂടുതൽ സപ്പോർട്ട് വരിക. അപ്പോൾ അവൻ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ പാത്തിലേക്ക് നമ്മൾ കേപ്പബിൾ ആണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിൽ തന്നെ മൾട്ടി സ്പോർട്ടിങ്, പല കുട്ടികളും മൾട്ടി സ്പോർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് എത്തുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ മെയിൻ സ്പോർട്ട് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഫുട്ബോളർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു കളിക്കാരനായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ പാരൻസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഹാപ്പിയാക്കി നിർത്തുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എങ്ങനെ നമ്മൾ ഹാപ്പിയാക്കി നിർത്തുക, അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന പോലെ സ്ക്രീൻ ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ അക്കാഡമിക്കലി കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അക്കാഡമിക്സിലൊക്കെ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താല്പര്യത്തോടെ സ്പോർട്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദാറ്റ് സപ്പോർട്ട് ഫ്രം എവറി സൈഡ്. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക, ഒരു ഫുട്ബോൾ പ്ലെയറൊക്കെ ആയി മാറാൻ പറ്റുക. അല്ലേ? അതിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിക്കുക. കാരണം ഞാൻ ഫുട്ബോളിൽ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നില്ല, അതേസമയം ബാക്കിയുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസിങ് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിപ്പോൾ നമ്മളോടൊരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ടാസ്ക് പറയാം വീട്ടിൽ, മോനെ അതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടി വരും. ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ആളെ ട്രിഗർ ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ ആ ട്രിഗറിങ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇത് ഞാൻ എന്തുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കുട്ടികളെ എനിക്കറിയാം, അവർ ഫുട്ബോൾ കളിക്കാരനാവണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ കിടന്നുറങ്ങാണ്, പഠിക്കാണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്നുണ്ടാവും, സ്കൂളിൽ പഠിക്കില്ല, രാവിലെ കിടന്നുറങ്ങും. ബാക്കിയുള്ള കുട്ടികൾ ചിലപ്പോൾ രാവിലെ എണീച്ച് പഠിക്കുന്നുണ്ടാവും, ഇവൻ കിടന്നുറങ്ങും. എന്തുകൊണ്ടാണ്? അവന് പഠിക്കേണ്ട, കളിക്കാരനാവണം. അപ്പോൾ ഇങ്ങനെ അതേപോലെ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യില്ല, മടിച്ചിരിക്കും, സ്ക്രീൻ ടൈം നോക്കിയിരിക്കും. അവരാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ മുപ്പിട്ട് കളിക്കും. സോ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ച് ബാക്കിയുള്ള എല്ലാ സമയവും നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ മാക്സിമം ഹാപ്പിയാക്കി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ആ സിസ്റ്റത്തിനെ കൊണ്ടുവരാനുള്ളത്. അവിടെ തീർന്നിട്ടില്ല, ഇനി അയാളുടെ സ്പോട്ടിലേക്ക് സ്പോട്ടിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിങ്ങിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ റെസ്റ്റ് എന്ന് പറയും, റെസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് വാരി വലിച്ച് കഴിക്കാൻ പറ്റില്ല. അഗൈൻ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് അയാൾ മാത്രം എടുക്കേണ്ട തീരുമാനമാണ്, ബാക്കിയുള്ളവര് ഇതില് വലിയ കൊടുക്കണമെന്നില്ല. ഉറക്കം, ഞാൻ മൊബൈലിൽ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും. എനിക്ക് എപ്പോഴാണോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ മാത്രമേ ഞാൻ എന്താവുള്ളൂ അത് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. 10 പ്രാവശ്യം ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്യും,
വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ അടുത്ത ദിവസമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്ക് പ്രൊഫഷണൽ ആവശ്യമുള്ളത് മാത്രം. അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനത്തിൽ ഇപ്പം യൂട്യൂബില്ല എൻ്റെ ഇതിൽ, ഇൻസ്റ്റഗ്രാമില്ല. യൂട്യൂബ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിലാണ്, കളി കാണാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കിടന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന റെസ്റ്റ് അല്ല. യെസ്. അതുപോലെ ഭക്ഷണം, അതുപോലെ ഇതിനെക്കുറിച്ചുള്ള പഠനം. ഫുട്ബോളിനെ കുറിച്ച് പഠിക്കണം. ഞാൻ എങ്ങനെയാണ് ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് മാച്ചുകൾ കാണാം. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഇപ്പം ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 16-17 വയസ്സായ ആളാണ്. ഒരു 2 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലാ ടീമിലോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ടീമിനോ കളിക്കണമെന്ന് വിചാരിക്കാം. എനിക്കറിയണ്ടേ ഇന്റർ ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്ന കളിക്കാരുടെ ക്വാളിറ്റി എന്താ, വിവിധ ജില്ലകളിൽ കളിക്കുക. കാരണം ഇവരായിട്ടുള്ള ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത് ആണ്. പിന്നെ നമ്മൾ വേറൊരു മാച്ച് കാണുകയാണ്. അപ്പോൾ അതിൽ ഞാൻ വിങ്ങറാണ് കളിക്കുന്നത്, സ്ട്രൈക്കറാണ് കളിക്കുന്നത്, സെൻറ്റർ ബാക്കാണ് കളിക്കുന്നത്. എന്തെല്ലാം ആട്രിബ്യൂട്ടാണ് അയാളിലുള്ളത്, അയാൾ ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്, അതെനിക്ക് എന്നെ തന്നെ കമ്പയർ ചെയ്യാം. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ടീമിൽ കളിക്കുന്നത്, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ണൂരിലിരിക്കുന്നുണ്ട്, നമുക്ക് പറയാം. കണ്ണൂർ സീനിയർ ഡിസ്ട്രിക്ട് ഇന്നലെ വിൻ ചെയ്തു. അപ്പോൾ കണ്ണൂർ ജില്ലാ ടീമിൽ 11 കളിച്ച കളിക്കാരെ എനിക്കറിയാം. അപ്പോൾ ഞാനൊരു സെൻറ്റർ ബാക്കാണ്, ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ഞാനും അയാളും തമ്മിൽ എന്താ വ്യത്യാസം അതെനിക്ക് അറിയണമല്ലോ. അതല്ലാതെ സെലക്ഷൻ ട്രയലിൽ പോയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ തുടങ്ങണം. അപ്പോൾ ഈ സ്റ്റഡി എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രെയിനിങ്, നമ്മൾ എത്ര നേരം ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ട്രെയിനിങ് ചെയ്യണം. ട്രെയിനിങ് എത്ര നേരം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ആരെ കൂടെ ചെയ്യണം, എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ കളിക്കാർക്കും ഫിസിക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ചിലപ്പം ചെറുപ്പത്തിലെ ഒരു ഗോൾ കീപ്പർ പൊസിഷനിൽ നിന്ന ആളായിരിക്കും. പക്ഷേ അയാൾ ഫിസിക്കലി ഹൈറ്റ് ഇല്ലെങ്കിൽ, ആട്രിബ്യൂട്ട് കറക്റ്റ് അല്ലെങ്കിൽ അയാൾക്ക് മുമ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ തിരഞ്ഞെടുക്കുന്നതിൽ വരെ പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും ചിലപ്പോൾ കോച്ചുമാർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. കോച്ചുമാർ പറഞ്ഞോളൂ. അപ്പം നമുക്കറിയാൻ പറ്റണോ. ഞാനെപ്പോഴും പറയണത്, വെൻ യു ആർ ലുക്കിംഗ് എ പ്ലെയർ, യു സപ്പോസ് ടു ലുക്ക് ഹൗ ഹീ ഈസ് റൈറ്റ് നൗ. നോ, യു ആർ ലുക്കിംഗ് 10 years ബാക്ക്. 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 years ഫോർവേഡ് അയാൾ എങ്ങനെയായിരിക്കണം എന്ന്. അപ്പോൾ ഈ 10 വർഷം മുമ്പ്, 10 വർഷം ബാക്കിൽ ഞാൻ ചിന്തിച്ചതായിരിക്കും 10 വർഷം മുമ്പിൽ ഞാൻ കാണാം. അപ്പോൾ അയാൾ എവിടെ എത്തണം തീരുമാനിക്കാൻ കോച്ചിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ടെക്നോളജി വളർന്നുകൊണ്ട്, പണ്ട് കാലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി വി റിലേഡ് ഓൺ ദ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ കോച്ചുമാരിൽ റിലേറ്റഡ് ആണ്. ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ ഓപ്പൺ ആണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കേണ്ടത്, എൻ്റെ മൊബൈൽ ഉപയോഗിക്കേണ്ടത്, അതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരു ഫുട്ബോൾ കളിക്കാരനാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരൻ വിടും. നമ്മൾ ഏത് പ്രൊഫഷനകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൊഫഷനകത്ത് ആകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, നമ്മൾ അതിലാകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നടത്തണം. സോ ഇതൊരു വലിയൊരു ഇൻസൈറ്റാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ ആലോചിക്കുന്നത് ഒരു കളിക്കാരനാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊന്നും ചെയ്യണ്ട, ബാക്കിയുള്ളവർ ചെയ്യേണ്ട അത്രത്തോളം പണിയെടുക്കണ്ട, അങ്ങനെ ആവുന്നില്ല, കളിച്ചാൽ മാത്രം മതി എന്നാണ്. പക്ഷേ ഇപ്പോൾ ഷഫീഖ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. അവർ ഉറക്കം നന്നായിട്ട് ഉറങ്ങണം. അതേപോലെ എന്താ പറയുക, വലിച്ചു വാരി കഴിക്കാൻ പറ്റൂല. അത് ആൻഡ് ഓൾസോ ലേൺ ചെയ്യണം അല്ലേ. ബിഫോർ ദ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. നമ്മളെ കാട്ടി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിലുള്ള ആൾക്കാർ എങ്ങനെയാണ് കളിക്കുന്നത്, ഇതൊക്കെ കമ്പയർ ചെയ്യണം, ലേൺ ചെയ്യണം. എന്നതിന് ശേഷം ട്രെയിനിങ്ങിന് പോകണം. ട്രെയിനിങ്ങിലുള്ള കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരാളാവുക അല്ലേ. അപ്പോൾ സത്യത്തിൽ ഒരു പഠിക്കുന്ന കുട്ടി, ഒരു അക്കാഡമിക്കലി നന്നായിട്ട് ഉദ്ദേശിക്കുന്നൊരു കുട്ടി, കമ്പയറിങ് ഒരു സ്പോർട്സിൽ നല്ല ഒരു ഗ്രോത്ത് ഉദ്ദേശിക്കുന്ന കുട്ടി, ഈ രണ്ട് കുട്ടികളും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പോർട്സിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കണം കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് അല്ലേ. ആളായിരിക്കണം കൂടുതൽ ഡിസിപ്ലിൻഡ്, കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്. ബട്ട് ഇൻ ദ സൊസൈറ്റി ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. കറക്റ്റ്, സത്യമാണത്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ നാവിന് വേണ്ടിയിട്ടല്ല. ബട്ട് വി ആർ മേക്കിംഗ് അവർ ടങ് ഹാപ്പി. അതായത് പോയിന്റ് ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് മേ ബി വന്നു കഴിഞ്ഞൊരു 5 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ വായിൽ ആ ഭക്ഷണം ഉണ്ടാവുക. ആ വായിലുണ്ടാകുന്ന ഭക്ഷണത്തിന് ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ സാക്രിഫൈസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഷുഗർ കട്ട് ചെയ്തത് 2022 ഓഗസ്റ്റ് 16-നാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ടീമിൽ ശ്രീനിധിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കളിക്കാരോട് പറഞ്ഞു, ദിസ് ഈസ് ഓൾസോ ഹാവ് എ മൈക്രോ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അറ്റോമിക് ബെനിഫിറ്റ് നിങ്ങളുടെ ഫുട്ബോൾ ലൈഫിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ 90 മിനിറ്റ് കളിക്കുകയാണ്. 90 മിനിറ്റിൽ
ഒരു എക്സ്ട്രാ മിനിറ്റ് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ് കൊണ്ടായിരിക്കും. ഓക്കെ. എല്ലാവരും കളിക്കും. ഇപ്പം ഞാൻ കാണുന്നുണ്ട് പല കളിക്കാരും ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ് അതാണ് നിങ്ങളെ ബാക്കിയുള്ളവരായിട്ട് ഡിഫറെൻ്റ് ചെയ്യുക. അവിടെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ 10 കളിക്കാർ വന്നു, 10 കളിക്കാരിൽ ഒരു സ്പോട്ടേ ഉള്ളൂ. ആ ഒരു കളിക്കാരനാവാൻ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു എഡ്ജായിരിക്കും, ആ ഒരു ഡിഫറൻസ് ആയിരിക്കും. യെസ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സക്സസ് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിസിപ്ലിൻ. കറക്റ്റ്. സോ ദാറ്റ് ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെ. വെൻ കംസ് ടു എ സ്പോർട്സ് പേഴ്സൺ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഐ ക്യാൻ സേ. സത്യം. അല്ല, ജോൺ അബ്രഹാം പണ്ടൊരു ഇൻ്റർവ്യൂവിലിട്ട് മറ്റു പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഈ ചാട്ട് ഐറ്റത്തിൽ ഏതൊരു ഐറ്റം വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ 36 വർഷമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പോൾ അത് അവരെന്തുകൊണ്ടാണ് സാക്രിഫൈസ് ചെയ്യണത്? അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അതാണ്. പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ബാഡ്ജ് അവർ ധരിക്കണം എന്ന് വിചാരിക്കുക, നാഷണൽ ബാഡ്ജ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബാഡ്ജ് ധരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നണം എന്ത്, ഞാനതിന് ഡിസേർവ്ഡ് ആണ്, ഞാനതിന് ഡിസേർവ്ഡ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നണ്ടേ. നമ്മൾ ഒരു ബൈ ചാൻസിൽ ആർക്കും കിട്ടൂല, നമ്മളെ എന്താണ് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ. എനിവേ ഗ്രേറ്റ്. സ്പോർട്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വിദ്യാഭ്യാസം തീരെ നോക്കുന്നില്ല, വാട്ട് ഈസ് ദ റിസ്ക്? അവിടെ നല്ല റിസ്ക് ഉണ്ട്. എന്താണ്? അതായത് നമുക്ക് സ്പോർട്ടിലൊന്നും ആകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വി വിൽ ബി ഇൻ മിഡിൽ ഓഫ് ദ റോഡ്. യെസ്. അതിൽ നമ്മൾക്ക് അക്കാഡമിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അപ് ടു ഗ്രേഡ് 12 എനിക്ക് തോന്നുന്നത് അവർക്ക് ഏത് സ്ട്രീമിലേക്ക് പോകണം. ഇപ്പം നമുക്ക് ഓരോ സ്ട്രീമിനനുസരിച്ച് ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് എടുക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്കുള്ള പഠന ഭാരം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അയാൾ അതിൽ ഡിസൈഡ് ചെയ്യും, ഓക്കെ ഞാൻ ഏതിലേക്ക് പോകണം. കാരണം അക്കാഡമിക്സ് എനിക്ക് ഞാൻ സ്പോർട്ടിലാണ് എൻ്റെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐ ആം എ കോമ്പറ്റിറ്റീവ് സ്പോർട്സ്മാൻ ഇൻ എനി ഫീൽഡ്, ഫുട്ബോൾ ആവണമെന്നില്ല, ഏത് ഫീൽഡിലാണെങ്കിലും. അപ്പോൾ അയാൾ ഇപ്പം നമ്മളുടെ ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം അതിലൊക്കെ 5 സബ്ജക്റ്റേ ഉള്ളൂ, നമുക്ക് 3 വർഷം കൊണ്ട് എഴുതിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഏതാണോ വേണ്ടത്, അവിടെയും ഞാൻ എപ്പോഴും പലരോടും പറയാറുള്ളൂ, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം നിങ്ങൾ ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞ അവസാനം ഫുട്ബോളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫുട്ബോൾ എന്നെ ഹാപ്പി ആക്കുന്നുണ്ട്, കാരണം ഞാൻ ആഗ്രഹിച്ചൊരു ഫീൽഡാണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ജോലികളല്ലാതെ തന്നെ ഒരുപാട് ജോലികൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നമ്മളൊരു ഫുട്ബോളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കടൂർ വാരിയേഴ്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, 2 പേര് ഫുട്ബോൾ കളിക്കാരായിരുന്നു. ഓക്കെ, എൻ്റെ കൂടെ അനലിസ്റ്റ് ഉണ്ട്, മാച്ച് അനലൈസ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ. അയാൾക്കും ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ അയാൾ ഫുട്ബോൾ കളിക്കാരനല്ല, പക്ഷേ ഫുട്ബോൾ ഇഷ്ടമാണ്. ഗോൾ കീപ്പർ കോച്ച് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ആളാണ്. ഹെഡ് കോച്ച് ഞാനും വിടും, ഞങ്ങൾ കളിച്ചിട്ടുള്ള ആളായിരിക്കാം. അതിന് പുറമെ മീഡിയ, നമ്മളൊരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളാണ്, അതിന് സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ മാനേജർ ഉണ്ട്. മീഡിയ മാനേജർ ഫുട്ബോളിന് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. അയാൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പബ്ലിക് റിലേഷൻ വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഓപ്പറേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ സ്പോർട്സിൽ തന്നെ നമ്മൾ ഈ കളിയുടെ കൂടെ തന്നെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈവൺ ഇഫ് നമുക്ക് സ്പോർട്സിൽ എവിടെയും എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പൺ സ്കൂളിംഗ് വളരെ ഫെമിലിയർ ആണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ, പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാ ഭാഗത്തേക്കും അവരുടെ ഓപ്പൺ സ്കൂളിംഗ്, ഇപ്പം ഞാൻ UK പോകാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കോഴ്സ് ഇപ്പോൾ അവർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ ശ്രീനഗറിൽ വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചത് 2026 ഓഗസ്റ്റിൽ ഇൻടേക്ക് ഉണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. നമുക്ക് ചിലപ്പോൾ അവിടെ പോയാൽ മതി, ഇടയ്ക്ക് അവിടെ പോയാൽ മതി, അസൈൻമെൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. എല്ലാം ഡിജിറ്റലാണ് ഇപ്പോൾ. അപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോമും കുട്ടികൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എൻ്റെ കപ്പാസിറ്റി തന്നെ ആദ്യം അനലൈസ് ചെയ്യണമല്ലോ. ഞാൻ സ്പോർട്ടിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ള ആളായിട്ടുണ്ടോ, ഇനി ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവായ ട്രെയിനിങ് സെൻറ്ററുകളിൽ കളിക്കാരുടെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റിയാൽ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്, ടൈം ബൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ടൈം ബൗണ്ടിനുള്ളിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് വരണം. അതല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ഓടേണ്ടി വരും. പക്ഷേ സ്പോർട്സിൽ വേഗത്തിൽ ഓടേണ്ട ഒരു പരിധി ഉണ്ട്. നമുക്കൊരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയി. ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഫുട്ബോളായിട്ട് നടക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, ഒരു ക്ലബ്ബിൽ കളിക്കാൻ കഴിയുക, നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടുക, ഈസ് ദാറ്റ് ഈസി? ഇപ്പം നിലവിൽ സ്റ്റേറ്റ് ലെവലുകളിൽ സൂപ്പർ ലീഗ് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് ബംഗാൾ സൂപ്പർ ലീഗ് അനൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലൈക്ക് കേരള സൂപ്പർ ലീഗ്. കേരള സൂപ്പർ ലീഗ്. അപ്പോൾ അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോമ്പറ്റിറ്റീവ് ആണോ സാലറി പാക്കേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കോമ്പറ്റിറ്റീവ് ആയിട്ടില്ല. കാരണം അതിനകത്ത് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റുകൾ വളരെ കുറവായതുകൊണ്ടാണ്. സൂപ്പർ ലീഗിനുള്ള ഫാൻ ഫോളോവേഴ്സ് നമുക്ക് കേരള പ്രീമിയർ ലീഗിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഫുട്ബോൾ ഇക്കോ സിസ്റ്റത്തിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പല ആളുകളും അതിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സൂപ്പർ ലീഗിൽ വന്നിട്ടുണ്ട്, അതുപോലെ ബംഗാൾ ലീഗിലും. അപ്പോൾ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് സ്പോർട്സിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കളിക്കാർക്ക് കിട്ടുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ അപ്പോൾ അവരുടേതായ ജില്ലകളിലും അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈസി ആണെന്ന് വെച്ചാൽ നത്തിങ് ഈസ് ഈസി. അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം എൻജിനീയർമാർ പാസ് ഔട്ട് ആവുന്നുണ്ട് ഇന്ത്യയിൽ വർഷത്തിൽ. പക്ഷേ ദർ ആർ എൻജിനീയേഴ്സ് ഹു ഈസ് കോമ്പീറ്റിംഗ്. നമ്മൾ ലോകത്തേക്ക് എല്ലായിടത്തേക്കും ഇപ്പോൾ എൻജിനീയേഴ്സിനെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ ഈവൻ്റ് അല്ലാത്തതുകൊണ്ടും ഫുട്ബോൾ കൺട്രി ആയിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് കളിക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ ഏത് ലെവലിൽ അവർക്ക് ഇൻകം കിട്ടണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നാല് ഇറ്റ്സ് ലൈക്ക് എ പിരമിഡ്. ലൈക്ക് ഒരു പ്രൈമറി ലെവലിൽ മേ ബി ഒരു 1000 ഫുട്ബോൾ കളിക്കാരുണ്ടാവാം. അടുത്ത ലെവലാക്കുമ്പോൾ അതൊരു 500 ആവും അല്ലേ? അടുത്ത ലെവലേക്ക് അത് അഗൈൻ 100 ആവാം. എന്നിട്ട് ഏറ്റവും ടോപ്പിലെത്തുന്നത് മേ ബി 2, 3 അല്ലെങ്കിൽ 5, 10 ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ താഴെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ ടോപ്പിൽ എന്തായാലും എത്താത്ത ആൾക്കാരാണ്. ഹൗ ദേ ക്യാൻ ലിവ് ദെയർ ലൈഫ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. നമ്മുടെ ഈ ഫുട്ബോൾ ഇക്കോ സിസ്റ്റത്തിൽ ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗാണ് ടോപ്പ് ടയർ ലീഗ് എന്ന് പറയുന്നത്. അതിൽ താഴേക്ക് ഐ ലീഗ് ഉണ്ട്, സെക്കൻഡ് ഡിവിഷനുണ്ട്, തേർഡ് ഡിവിഷനുണ്ട്, സ്റ്റേറ്റ് ലീഗുകളുണ്ട്. സ്റ്റേറ്റ് ലീഗുകളിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഗുകൾ താഴെയുണ്ട്. അതിൻ്റെ താഴെ ചെറിയ രീതിയിൽ. അപ്പോൾ ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് പലപ്പോഴും അവർക്ക് കിട്ടാറില്ല. ഇപ്പം നമ്മുടെ സൂപ്പർ ലീഗ് തന്നെ 3 മാസത്തേക്കാണ്. 3 മാസത്തേക്ക്. അതെ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം മുതൽ കൂടുതൽ കൂടുതൽ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ പല സ്റ്റേറ്റ് ലീഗുകൾ നടക്കുന്ന പല സമയത്തായതുകൊണ്ട് പല കളിക്കാരും ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കളിക്കാർ അതിനെ അവരടുത്ത ലെവലിലേക്ക് എത്തുന്നവരെ, അതായത് ഒരു ISL ഐ ലീഗ് ലെവലിലേക്ക് എത്തുന്നവരെ ഇവർ ഇത്തരം രീതിയിൽ തന്നെ ചെയ്യുന്നത്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പർപ്പസ്ഫുൾ തോട്ട് അവർക്ക് ഉണ്ടാവണം. അപ്പോൾ കേരള സൂപ്പർ ലീഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ മുംബൈയിലെ പ്രീമിയർ ലീഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഏതാണ് അടുത്ത് നടക്കുന്ന ലീഗ്, അപ്പോൾ ഇവർക്ക് മാക്സിമം കളിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് തോന്നുന്നു പുറത്തുള്ള രാജ്യങ്ങളിലതുപോലെ തന്നെ ഒരു ടയറിംഗ് സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പോസിബിലിറ്റി ഉണ്ട്. പിന്നെ സൂപ്പർ ലീഗ് ബംഗാളിൽ വന്നു, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റേറ്റുകളും ഇത് ഏറ്റെടുക്കും. മാത്രമല്ല ലോക്കലി ഇൻവെസ്റ്റേഴ്സാണ്. അപ്പം ഈ ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ കണ്ണൂരിലെ ആളുകളാണ് കണ്ണൂർ വാരിയേഴ്സിൻ്റെ കൂടെ, കൊച്ചിയിലുള്ള ആളുകളാണ് ഫോസ കൊച്ചിയുടെ കൂടെ, കോഴിക്കോട്, അങ്ങനെ ഓരോ സ്ഥലത്തും ഫുട്ബോൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഫുട്ബോൾ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവാനുള്ള ഗ്രോ ചെയ്യും. അത് ഡെവലപ്പ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്തത് ഇഞ്ചുറിയാണ് അല്ലേ? ഇഞ്ചുറി സത്യം പറഞ്ഞാൽ ഒരു കളിക്കാരൻ്റെ ഒരു ഫ്യൂച്ചർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അതെ അതെ. അങ്ങനെ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ത്രെട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ കൂടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ കളിക്കാരന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവന് പിന്നെ എങ്ങോട്ടേക്കും തിരിയാൻ പറ്റില്ല. ഇഫ് ഹി ഡോണ്ട് ഹാവ് ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതർ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ, വേറൊരു എന്താ പറയുക സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറൊരു ഓപ്ഷനും കൂടി അയാൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചുറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുറേ ഇഞ്ചുറിയൊക്കെ നമുക്ക് അവെയർനെസ് കൊണ്ട് ഒഴിവാക്കാം. അപ്പം നമ്മൾ പറയുന്നു നമ്മുടെ റെസ്റ്റ്, ഭക്ഷണം, വെള്ളം, ഉറക്കം, ഇതെങ്ങനെയാണ്. പിന്നെ നമ്മുടെ കുറേയൊക്കെ വരുന്നത് നമ്മുടെ ഫുട്ബോൾ ഗിയറുകളാണ്, നമ്മുടെ ഫിറ്റ്നസ് ലെവലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ധാരണയില്ല. നമ്മൾ പലപ്പോഴും കോപ്പി പേസ്റ്റിംഗ് ആണ് നടക്കുന്നത്. നമ്മളൊരു ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും കണ്ടു, നേരെ പോയി നാളെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം. നമുക്കറിയുന്നില്ല എന്ത് കോണ്ടെക്സ്റ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, എത്ര കാലമായിട്ട് അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അയാളുടെ സ്പോട്ട് ഏതാണ്. അപ്പോൾ ഇത്തരത്തിൽ കളിക്കാർ അവെയർനെസ് ഇപ്പോൾ നമുക്കത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഫുട്ബോളിലെ എന്തൊക്കെ
ബോഡി മൂവ്മെൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്, സ്ട്രെസ്സ് വരുന്നത് എന്തിനാണ്? അപ്പോൾ ജോയിൻറ്റുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അപ്പോൾ ജോയിൻറ്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ വർക്കൗട്ട് മാത്രം ചെയ്താൽ പോരാ, അവിടെ ഫുഡിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഫുഡും വർക്കൗട്ടും മാത്രം പോരാ, അവിടെ റെസ്റ്റ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണോ, അവിടെ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞത് അയാളുടെ ഒരു പർപ്പസ്ഫുൾ തിങ്കിങ് ഇല്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതർ അയാളുടെ ഫാമിലി സ്റ്റോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അയാളുടെ ഇക്കോസിസ്റ്റം സ്റ്റോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അയാളുടെ ബോഡി തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോച്ചുമാരുണ്ടല്ലോ, അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവോ? ഈ റെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ്, പരിക്കിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ഏകദേശം 2 വർഷം ആവുന്നുള്ളൂ, കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന പല ആളുകളിലും ഒരു പരിധിവരെ ആളുകൾ അതിൽ ഇപ്പം ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പരിധി ആളുകൾ ഇപ്പോഴും പഴയ ഏറയിൽ നിൽക്കുകയാണ്. അതായത് നമ്മൾ ഫുട്ബോളിൽ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് നോളജ് എന്ന് പറഞ്ഞ 2 സാധനം. എക്സ്പീരിയൻസ് പറഞ്ഞത് പലപ്പോഴും നമ്മളൊരു കളിക്കാരനായിരിക്കാം, നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ നോളജ് കൂടെ വരുമ്പോഴാണ് നമുക്ക് ഒരാളിലേക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇപ്പോഴത്തെ ജനറേഷന് നോളജ് വളരെ കൂടുതലാണ് പഴയ ജനറേഷനെ സംബന്ധിച്ച്. കാരണം ഇന്ന് ജനിക്കുന്ന ടെക്നോളജി യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പഴയ ആളുകൾ ടെക്നോളജിയിൽ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളെ അല്ലെങ്കിൽ അവരതിനോട് ഹെസിറ്റേഷൻ വരും. അയ്യോ, ഇത് ഇവരൊക്കെ എന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചിരിക്കുന്നതാണല്ലോ, ഇനി പെട്ടെന്ന് ഞാൻ അതിലേക്ക് ഇറങ്ങി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് മോശമാവും, അല്ലെങ്കിൽ എനിക്കുള്ള ഇമേജ് പോകുമെന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ അത് ഞങ്ങൾ കോച്ച് എഡ്യൂക്കേഷനിൽ പലപ്പോഴും ഈ അഡൾട്ട് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞങ്ങളത് പലപ്പോഴും അവരെ ബ്രേക്ക് ചെയ്യും. ഞങ്ങൾ കുറേ ആക്ടിവിറ്റിയിലൂടെയൊക്കെ അവരെ പഠിപ്പിക്കാം. കാരണം അവർ സ്ലോ ലേണിംഗ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഞാൻ തൃശ്ശൂർ ചെയ്ത കോഴ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സ്ലോ ആയിരിക്കും. കാരണം അവർക്ക് ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല 30-40 വർഷം മുമ്പായിരിക്കും അവരൊരു പ്രോപ്പർ അക്കാഡമിക് പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. അവർ എക്സാം എഴുതുക അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെ പോയിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരും നമ്മളും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മോശമല്ല, എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോളിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് കളി കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ കാണിച്ചു തന്നെ അവിടെ ആ എക്സ്പീരിയൻസ് ഹെൽപ്ഫുള്ളാണ്. പക്ഷെ സമയം ആ നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് പോയാൽ മാത്രമേ. സോ എക്സ്പീരിയൻസും നോളജും ഉണ്ടാക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് പറയണ്ട അല്ലേ? ഇത് കേൾക്കുന്ന കോച്ചുമാരിലുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണം അല്ലേ? നോളജ് എൻഹാൻസ് ചെയ്യണം, ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ് ട്രെയിനിങ് ക്ലാസ്സിലും കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഈ പറയുന്ന പല ബിസിനസ്സുകാരും പണ്ടേ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ദേ ഡോണ്ട് യൂസ് ടെക്നോളജീസ്. അവർ മാർക്കറ്റിംഗ് ചിലപ്പം പഴയ കൺവെൻഷണൽ പ്രിൻറ്റിങ് മീഡിയാസൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇന്ന് കാലം മാറി. ഹൂ ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പേഴ്സ്? ഞാൻ അവരോട് സ്ഥിരം പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്തിട്ട് പൈസ കളയാൻ പറ്റില്ല. ഇൻസ്റ്റഡ് അതിൻ്റെ 10 നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യും. അതേപോലെ യു യുവർ സെൽഫ് കം ഇൻ ദ ഫ്രണ്ട് ലൈൻ ആൻഡ് ടോക്ക് അബൌട്ട് യുവർ പ്രൊഡക്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഇത് കേൾക്കുന്ന കോച്ചുമാർ എന്ത് ചെയ്യട്ടെ, ഇങ്ങനെ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യട്ടെ, അവരുടെ നോളജ് കൂട്ടട്ടെ. ഈ നോളജിൻ്റെ കാര്യം പറയുമ്പോൾ യങ് ജനറേഷൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഹാഫ് കുക്ക്ഡ് നോളജ് കുറേ ഉപയോഗിക്കും. അവിടെ ഹാഫ് കുക്ക്ഡ് ആക്കരുത്. അതെന്താണ്, ഒരു കംപ്ലീറ്റ് നോളജ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മളൊരു വീഡിയോ കാണും, ആ വീഡിയോ ചിലപ്പം 1 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 1 മിനിറ്റിന്റെ മുൻപോ 1 മിനിറ്റിന്റെ ശേഷമോ ഉള്ള കാര്യങ്ങൾ ആളുടെ കോണ്ടെക്സ്റ്റ് ഒന്നും ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല. സോ ദിസ് ഈസ് ഓൾസോ അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നോളജ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് നോളജ് അല്ല, ഒരു കംപ്ലീറ്റ് ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള നോളജ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. വെരി ഗുഡ്. ഇനി അടുത്തൊരു കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്പോർട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവർക്ക് എന്താണ് ശരിക്കും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക? ഞാനിതിലേക്ക് വരുന്നത് എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ കോഴ്സിന് പോയിട്ടില്ലെങ്കിലും ഫുട്ബോൾ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരുപാട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ അത്തരം ആളുകളുടെ ആർട്ടിക്കിളുകൾ വായിക്കാം, നമുക്ക് ഡിജിറ്റലായിട്ട് വായിക്കാം. നമ്മളുടെ പോഡ്കാസ്റ്റുകൾ, ഇപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ടിലൊക്കെ രാവിലെ പോകുന്ന സമയത്ത് ഇത്തരം പോഡ്കാസ്റ്റുകൾ കേൾക്കും, സ്പോർട്സും ഇൻഡസ്ട്രിയും. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റും. ഏതിനകത്താണെങ്കിലും, ഇപ്പോൾ സ്പോർട്സിലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ലാഭം എന്ന് പറയുന്നത് മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം.
അയാൾ റിട്ടേൺ എന്ന് പറയാം, നമുക്ക് ലാഭം റിട്ടേൺ എന്ന് പറയുന്നത്. മണി കനോട്ട് ബൈ ദ ഹാപ്പിനെസ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിലുള്ള ആളുകളെ പോയി പറയുന്നു ബിസിനസ് വാങ്ങുന്നു. അവിടെ ഒരു ബിസിനസ് നടക്കുന്നില്ല, ഒരു വൺ വേ ആണ്, ഡൊണേഷനാണ് നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അയാളും അതൊരു ഡൊണേഷനിലൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരും, അതോടെ റിലേഷൻഷിപ്പ് തീരും. സത്യം. നിങ്ങളെ കാണുമ്പോൾ അയാൾ ഓടും, നിങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ ബാക്കിലൂടെ ഓടും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറയും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നാണ്. മറ്റേത് ടീമാണ്. ടീം എന്ന് പറയുമ്പോൾ കോച്ചും കളിക്കാരും, ടോട്ടലി അവിടെയാണ് നമുക്ക് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് എന്നൊരു എലമെന്റ് വരുന്നത്. അപ്പോൾ ഈ സ്പോർട്സിന് ഇപ്പോൾ ഈ ക്ലബിനോട് അനുകമ്പയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ടീം കണ്ണൂർ കളിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ആ ആളുകളിലേക്ക് ആ ബ്രാൻഡ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് ഒരു വഴി മാത്രമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യുക, ഒരു ഹോർഡിങ്സ് വെക്കും. ഹോർഡിങ്സ് മാത്രമാണ്, അത് മാത്രമല്ല. അതെ, നമ്മള് ആക്ടിവിറ്റിയിലൂടെ ഈ കസ്റ്റമറെ അവിടെ വാക്ക് ഇൻ ചെയ്യിക്കാൻ ആർക്ക് പറ്റണം? ഈ ക്ലബ്ബുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും പറ്റണം, അല്ലെങ്കിൽ ഈ ആരാണ് സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് അവർക്ക് പറ്റണം. അത് മാത്രമല്ല, അയാളോട് ചോദിക്കണം, നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ വന്നു, എന്തൊക്കെ വ്യത്യാസമാണ് നിങ്ങൾക്ക്? അപ്പോൾ തന്നെ അതെ, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ആ പറയുന്ന വ്യക്തിക്ക് അപ്പോൾ നമ്മളോടൊരു പോസിറ്റീവ് മനോഭാവം തോന്നും. ഓക്കെ, ഇവൻ ഇതിനെന്തോ പണിയെടുത്തു, നമ്മൾ ഇത്ര പണിയെടുത്തു, 10 പണിയെടുത്തു, ഇന്ന രീതിയിൽ ഒന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഹോർഡിങ്സ് വെച്ചു, നമ്മൾ കുറച്ച് ആക്ടിവിറ്റികൾ ഗ്രൗണ്ടിലും പരിസരത്തുമായി ചെയ്തു. ഓക്കെ, നിങ്ങളുടെ കുറച്ച് കൂപ്പൺ, റെഡീംഡ് കൂപ്പണുകൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര ആളുകൾ അവിടെ വന്നു, അപ്പോൾ ഇതിനെ മോണിറ്റൈസ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മളതിനെ കൗണ്ട് ചെയ്തോ. ഇനി കൗണ്ട് ചെയ്തു, ഓക്കെ, ഈ വഴി കൊള്ളാൻ തോന്നുന്നു, ഈ ആളുകൾ കൂപ്പൺ കിട്ടിയ ആളുകൾ അവിടെ വന്നു, ബാക്കിയുള്ള ആളുകൾ എനിക്ക് നോർമലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, ഇനി നമ്മൾ വേറെ ഏത് രീതിയിലാണ് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഇതൊരു ബിസിനസ് റിലേഷനായി. എക്സാക്ട്ലി. മറ്റേത് നിങ്ങൾ പൈസ കൊടുത്തു, നിങ്ങൾ ചിലപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കും, നിങ്ങളെ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് 2-3 സോഷ്യൽ മീഡിയയിൽ ഇതാക്കും. നിങ്ങൾക്കും ചിലപ്പോൾ മാനസികമായ സന്തോഷം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ പ്രൈം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക എൻറ്റിറ്റി, ഞാനും നിങ്ങളുമല്ല. ബിസിനസ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിക്ക് എന്താണ് ബാക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ കിട്ടിയത്? ഒരു ബിസിനസ്സുകാരന് എപ്പോഴും ഒരു 2 തോട്ട്സും 2 പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതാണ്. ഒന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി, പിന്നെ ബാക്കിലൊരു കാൽക്കുലേറ്റഡ് പേഴ്സണാലിറ്റി. വാട്ട് ഐ ആം എക്സാക്ട്ലി ഗെറ്റിംഗ്. മേ ബി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്പോൺസർഷിപ്പായിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടാവും, വാട്ട് യു സെഡ് ഔട്ട് ഓഫ് റിലേഷൻ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ബാക്കിൽ ഞാൻ ഒരു കാൽക്കുലേഷൻ, ഈ 1 lakh തന്നിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളൊരു കാൽക്കുലേഷൻ ആയിരിക്കും. എനിക്കൊന്നത് ഈ സ്പോർട്സിന് അല്ലെങ്കിൽ ക്ലബ്ബ്, നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബിൽ ഒരു സ്പോൺസർ മാനേജ്മെൻറ്റ് സിസ്റ്റം ശരിക്കും ഉണ്ടാവണം അല്ലേ? ഒരു സ്പോൺസർക്ക് എന്തൊക്കെ കൊടുക്കുന്നു, അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു, അവർക്ക് എക്സാക്ട്ലി ആ ഇൻവെസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലും റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പൂൾ ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ വരും ഇതിലേക്ക്. കാരണം അവിടെ ഈ ആളുകൾ, ഈ കടയിലേക്ക് വരുന്ന ആളുകൾ ഈ പർട്ടിക്കുലർ ക്ലബ്ബുമായിട്ടോ അല്ലെങ്കിൽ ഈ സ്പോർട്സുമായിട്ടോ അസോസിയേറ്റഡ് ആയ ആളുകളാണ്. അപ്പോൾ അവിടെയാണ് അവർ ലോയലിറ്റി ബിൽഡ് ചെയ്യുന്നത്. കറക്റ്റ്. ഞാൻ എൻ്റെ ഒരു ജർമ്മനിയിലുള്ള ഒരു ഫ്രണ്ടുമായി സംസാരിച്ചപ്പം അവിടെ 1 കിലോമീറ്ററിലൊരു 4-5 ക്ലബ്ബുകളുണ്ടാവും. ഒന്ന് വലിയ ക്ലബ്ബ് ഉണ്ടാവും, അതിന് താഴെയുള്ള ഉണ്ടാവും, ഡിഫറെൻറ്റ് ലെയറിലുള്ള. അപ്പോൾ അവിടെയൊക്കെ ബിയർ കമ്പനികളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഈ ക്ലബ്ബുകളെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയണത്, ഈ ബിയർ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ അടുത്ത ടൗണിൽ പോയി മേടിച്ചിട്ട് വരുന്നു. ആ ഒരു ലോയലിറ്റി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ കമ്പനി, പർട്ടിക്കുലർ കമ്പനി ഈ ആളുകളെ സ്പോൺസർ ചെയ്യുന്നു. ഈ ആളുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് മനസ്സിലാവും ഓക്കെ ഈ കമ്പനി, അതുപോലെ അവിടെ സ്റ്റേഡിയങ്ങൾ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ്. അപ്പോൾ അവരുടെ ഏജൻഡ എന്തായിരിക്കും, ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ, ഒരു പർട്ടിക്കുലർ ക്ലബിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തരണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ദ പീപ്പിൾ, ആ പീപ്പിൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ഏതാണോ ആ ഒരു പൊളിറ്റിക്കൽ അലയൻസ് വരുന്നത്, ആ അലയൻസിന് ഡയറക്റ്റ്ലി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഓക്കെ, ഇത് ഈ ക്ലബിന് ഈ പർട്ടിക്കുലർ ഇവർ ഇത് കൊടുത്തു. അപ്പോൾ സോ അവർക്ക് വേണ്ട ഒരു സാധനം വിസിബിളി ഡെലിവർ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിനകത്തും. നമ്മൾ ബിസിനസ്സിനകത്ത് ഇപ്പോൾ നമ്മളൊരാൾ ഒരു എക്സ് കമ്പനി സ്പോൺസർ ചെയ്യുന്നു, നമ്മൾ തന്നെ മിനിമം എക്സ് കമ്പനിയുടെ പ്രൊഡക്റ്റ് മേടിക്കണ്ടേ? അതെ.
അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് പറയാം, ഓക്കെ നിങ്ങളെല്ലാവരും അവിടെ നിന്ന് മേടിക്കണം. ഇതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, പലപ്പോഴും ട്രഡീഷണൽ വേലാണെങ്കിൽ ഓണർ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഓണറോട് പറയാം, നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ അക്കാഡമി അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിന് അല്ലെങ്കിൽ ക്ലബിന് സ്പോൺസർ ചെയ്തു കേട്ടോ, നല്ല കാര്യമാണ്, ഞങ്ങളിന്ന് ഇവിടെ നിന്ന് സാധനം മേടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ അയാളെ തേടി പോകണ്ട, അല്ലെങ്കിൽ തേടി വരും. കാരണം അയാൾക്ക് അവിടെ പോസിറ്റീവ് ഔട്ട്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്, ഒരു ബിസിനസ് റിലേഷൻഷിപ്പാണ് സ്പോൺസർഷിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ ഇതൊക്കെ എന്താണ് ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് ഡിജിറ്റൽ മീഡിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വിസിബിലിറ്റി കൊടുക്കാം. അതെ അതെ അതെ. നമ്മൾക്ക് നമ്മളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്പോൺസേഴ്സ് ആകട്ടെ, ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ, അവർക്ക് എന്ത് ചെയ്യാം, മാക്സിമം വിസിബിലിറ്റി നമുക്ക് കൊടുക്കാം. കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ കമ്പനി ഉണ്ട്. ആ വാട്ടർ ബോട്ടിൽ കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാട്ടർ ബോട്ടിൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ്, ഈ പോഡ്കാസ്റ്റിൽ കാണുന്ന ഒരു 2000 ആൾക്കാർ 3000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ആളുകൾ ആ ബ്രാൻഡ് കാണുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു പ്രസ് മീറ്റിങ്ങിൽ അതെ വാട്ടർ ബോട്ടിൽ ഉണ്ട്, കൊക്കക്കോള ഉണ്ട്. അതെ, ആൾ കൊക്കക്കോള എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ദാറ്റ് മേക്സ് എ ട്രിക്ഷൻ. ഒരുപാട് ആൾക്കാരെ കണ്ടു. എന്താ ആൾ കൊടുത്ത മെസ്സേജ് എന്താ അറിയോ, നിങ്ങൾ കൊക്കക്കോള ഉപയോഗിക്കണ്ട, വാട്ടർ കുടിച്ചാൽ മതി എന്നാണ് മെസ്സേജ് കൊടുത്തത്. ദാറ്റ് മെസ്സേജ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വെരി സിമ്പിൾ ആക്ട്. അപ്പോൾ അതുപോലെയുള്ള ബിസിനസ് ഡ്രോപ്പ് ചെയ്യില്ലേ, ഉറപ്പായിട്ടും. എനിവേ അത് ഞാൻ പറയുന്നത് മേ ബി ആളുടെ ബിസിനസ് ഇതേപോലെ നമുക്ക് ബിസിനസ് പിക്ക് ചെയ്യാനും പറ്റും. അതേപോലെ നമ്മളൊരു ലോഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെച്ചിട്ടോ എന്ത് ചെയ്യാം, ആ രീതിയിൽ ചെയ്യാനുണ്ട്. മാത്രമല്ല അതൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഐബോൾസ് കിട്ടുന്ന എല്ലാ ഏരിയകളും എല്ലാ ഫീൽഡുകളും നമ്മൾ ഉപയോഗിക്കണം. കാരണം നമ്മൾ കാണുന്ന എല്ലാ ആക്ടിവിറ്റിനെയും ഒരു ബിസിനസ് റിലേഷൻ ആക്ടിവിറ്റി ആയിട്ട് മാറ്റണം. അപ്പോഴാണ് ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാവുന്നത്, ആളുകൾ ഈ ഐബോൾസിലൂടെ വീണ്ടും വീണ്ടും ഫെമിലിയർ ആവുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റും. തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കളിക്കുക എന്നുള്ള ഒരു ഏറ്റവും വലിയ സ്വപ്നമൊക്കെ നമ്മൾ. അതല്ലേ ഞാൻ പലപ്പോഴും പറയും, നമ്മളെ ഫുട്ബോൾ ഇക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാർ വരെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇന്നലെ ഏഷ്യ അണ്ടർ-17 ഇന്ത്യൻ വുമൻസ് ടീം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര പേര് ഇന്ത്യയിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ സീനിയർ ടീം കളിച്ചത് ഫാൻ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിലായിരുന്നു. നമ്മൾ ഇന്ത്യയിലുള്ള ഇത്രയും ഫുട്ബോൾ ഫാൻസുകൾ ഫാൻ കോഡിൽ കാണുകയാണെങ്കിൽ ഈ ഫാൻ കോഡിൽ എത്ര പേര് കളി കണ്ടു എന്നുള്ളത് ആര് കാണും? ബിസിനസ് ചെയ്യണോ കാണും, ബിസിനസ് ചെയ്യണോ കാണും. അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ പർട്ടിക്കുലർ ക്ലബിനെ പർട്ടിക്കുലർ നാഷണൽ ടീമിനെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലേ. നമ്മളുടെ ഫാൻസിനും അതിന് റോളുണ്ട്. തീർച്ചയായിട്ടും നല്ല റോളുണ്ട്, ഫാൻസിന് നല്ല റോളുണ്ട്. ഞാനിപ്പോൾ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഫാൻസ് ടീമുണ്ട്, നമ്മുടെ റെഡ് മാരിൻസ്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ എവേ ടീം മാച്ച് കളിക്കാൻ പോയി, എവേ ടീം മാച്ച് കളിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ 10-200 പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്, വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ ഒരു 1000-2000 ആൾക്കാർ ഇവിടെ നിന്ന് കളി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൗണ്ടറാണെന്ന്. അത് കൗണ്ടറാണ്. നമ്മുടെ ഓരോ ഫാമിലിയും ഈ ഫുട്ബോൾ മാച്ച് കണ്ണൂരിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് കൗണ്ടറാണ്. sports.com അവർക്ക് ഇതിൻ്റെ ഡിജിറ്റൽ ബാക്ക് എൻഡിൽ ഇതിൻ്റെ ഡാറ്റ കിട്ടും. കണ്ണൂരിൽ നിന്ന് എത്ര ആൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മുടെ കൊമേഴ്ഷ്യൽ മാനേജർക്ക് കോൾ വരും, ഞങ്ങൾ ചെയ്യട്ടോ, വേറെ ആർക്കും കൊടുക്കല്ലേ, ഞങ്ങൾക്ക് ഫ്രണ്ട് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് വേണം എന്നാ അവർ പറയും. അല്ല, പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയും നമ്മൾ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ല, സ്പോർട്സ് വളരുന്നില്ല, ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫുട്ബോൾ കളിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലേ, നമ്മൾക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ഏറ്റവും മിനിമം കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ യു ഗോ ആൻഡ് വാച്ച് ദ മാച്ചസ്, കറക്റ്റ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, ടീമിനെ ഫോളോ ചെയ്യുക ആൻഡ് മേക്ക് ദ അവയർനെസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഫാൻ സിസ്റ്റം, ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും എവറിത്തിങ് വിൽ കം. കറക്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഇടുന്നൊരു കമൻറ്റ്, ആ കമൻറ്റ് വരെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റർ റീച്ച് ഉണ്ടാക്കുന്നതാണ്. So this is the point to the fans, how you can contribute to the well-being of this football fraternity and complete sports ecosystem. ഒരു last question ആണ്, how do you see next 10 years in Indian football? നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ 2012 ശേഷം നമ്മൾ നല്ല കോച്ച് എഡ്യൂക്കേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട്. കൂടുതൽ കോച്ചുമാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ കോച്ചിങ് സെൻറ്ററുകൾ ഒരുപാട് സ്ഥലത്ത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വോക്ക് ചെയ്യാൻ 3-4 സ്ഥലത്ത് ഞാൻ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ടർഫുകളിൽ. അപ്പോൾ ഫുട്ബോൾ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക്
കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ക്വാളിറ്റികളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു 10-12 വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകരാജ്യങ്ങൾ നമ്മളെ കാണുന്ന ഒരു സൂപ്പർ പവർ ആയിട്ടാണ്. കാരണം ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതെ, അതുപോലെ യൂത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത്ത് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. അത് നമുക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള സൂപ്പർ ലീഗ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടെ ഫോറിൻ കോച്ചുമാരുടെ കൂടെ നല്ല ഇക്കോസിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റേറ്റ് ടീമിനും നാഷണൽ ടീമിനും അടുത്തുള്ള ലെവലിലേക്ക് പോകുവാനായിട്ട് വളരെയധികം സഹായിക്കും. എനിക്ക് തോന്നുമ്പോൾ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ തന്നെ യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏജ് ഗ്രൂപ്പ് ടീമുകൾ വരുമ്പം അത് ഒരു സീനിയർ ടീമായി കൺവേർട്ട് ആവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ-17, അണ്ടർ-19 ഇന്ത്യൻ നാഷണൽ ടീമുകൾ സ്ട്രോങ് ആയാലും നമ്മുടെ സീനിയർ ടീം സ്ട്രോങ് ആവുള്ളൂ, അതല്ലെങ്കിൽ ഒരിക്കലും സ്ട്രോങ് ആവില്ല. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിൽ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കും, നമ്മുടെ ഫുട്ബോൾ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കും. വാർത്ത കേട്ടിരുന്നോ ഈ കണ്ണൂരിലുള്ള ഒരു കുട്ടി നമ്മളെ ഖത്തർ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു, തസിൻ മജീദ്. നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കണ്ണൂർ താണയിലാണ്. അതേപോലെ നാളെ ഇന്ത്യൻ ടീമിന് മുന്ന് വേൾഡ് കപ്പ് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്നാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ആ കുട്ടിയെ ഞാൻ 3 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ആസ്പയർ അക്കാഡമിയിലൂടെയാണ് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഒരു ഫോക്കസ്ഡ് ആണ്. അത് ഒരു ഖത്തർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ അവർ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, അതായത് പർപ്പസ്ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിക്കിന് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഗെയിമിനൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് ടൈക്കൂൺസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്തോളും. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഫുട്ബോൾ ടീമുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. എനിവേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വെരി നൈസ് ടൈം. ഓൾമോസ്റ്റ് 1 hour ആയി അല്ലേ? സമയം പോയത് അറിഞ്ഞിട്ടില്ല. വെരി വണ്ടർഫുൾ ടൈം സ്പെൻഡിങ് വിത്ത് യു. താങ്ക് യു ഫോർ ദ ടൈം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.